ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള സെറ്റ് ജൂലൈ 25 നടത്തുന്ന പരീക്ഷയുടെ ആൻസർ കീ എപ്പോൾ പ്രസിദ്ധീകരിക്കും, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരസൂചികയുടെ പ്രസിദ്ധീകരണം. ആൻസർ കീ എപ്പോൾ പ്രസിദ്ധീകരിക്കും? പരീക്ഷ കഴിഞ്ഞാലുടൻ തന്നെ എല്ലാ വിഷയങ്ങളുടെയും ആൻസർ കീ LBS സെൻറ്ററിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഉത്തരങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവ 5 കലണ്ടർ ദിവസത്തിനുള്ളിൽ LBS സെൻറ്റർ ഡയറക്ടറുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കണം. ഇതിനായുള്ള അപേക്ഷയുടെ മാതൃക സെറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇപ്രകാരം അയക്കുന്ന അപേക്ഷയോടൊപ്പം ഓരോ ചോദ്യങ്ങൾക്കും 300 രൂപ ഫീസ് ആയി അടയ്ക്കേണ്ടതാണ്. ഈ തുക DD ആയി ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്നും LBS ഡയറക്ടറുടെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്നതായിരിക്കണം. പരാതികൾ വ്യക്തമായ തെളിവുകൾ അടങ്ങിയ രേഖകളോടുകൂടിയാണ് നൽകേണ്ടത്. അങ്ങനെ ലഭിക്കുന്ന പരാതികൾ ഡയറക്ടർ നിശ്ചയിച്ചിട്ടുള്ള വിദഗ്ധ സമിതിക്ക് മുമ്പാകെ സമർപ്പിക്കും. ഈ സമിതി പരാതികൾ പരിശോധിച്ച ശേഷം എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. പരാതി പ്രകാരം ഉത്തരസൂചികയിൽ മാറ്റം വരുത്തേണ്ടി വന്നാൽ ആ പരാതികൾക്ക് അടച്ച തുക തിരികെ നൽകുന്നതാണ്. നിശ്ചിത ദിവസത്തിനു ശേഷം ലഭിക്കുന്ന പരാതികൾ, ഫീസ് നൽകാതെ സമർപ്പിക്കുന്ന പരാതികൾ എന്നിവ പരിഗണിക്കുന്നതല്ല. മൂല്യനിർണ്ണയത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ചോദ്യം അല്ലെങ്കിൽ ചോദ്യങ്ങൾ. വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം തെറ്റായ ചോദ്യങ്ങളും ശരിയായ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളും ഒഴിവാക്കുവാനുള്ള അധികാരം LBS സെൻറ്റർ ഡയറക്ടർക്കായിരിക്കും. ഇങ്ങനെ ഒഴിവാക്കുന്ന ചോദ്യങ്ങളുടെ മാർക്ക് ആകെയുള്ള മാർക്കിൽ നിന്നും ഒഴിവാക്കി മൂല്യനിർണ്ണയം നടത്തുന്നു. മൂല്യനിർണ്ണയവും ഫലപ്രഖ്യാപനവും. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR എന്ന പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത ഉപകരണം ഉപയോഗിച്ചാണ് മൂല്യനിർണ്ണയം നടത്തുക. മേൽപ്പറഞ്ഞ വിധം നടത്തുന്ന മൂല്യനിർണ്ണയം കുറ്റമറ്റതാകയാൽ മൂല്യനിർണ്ണയമോ പുനഃപരിശോധനയോ ഉണ്ടായിരിക്കുന്നതല്ല. എങ്കിലും OMR ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോ കോപ്പി ആവശ്യമുള്ളവർ ഓരോ പേപ്പറിനും 500 രൂപ നിരക്കിൽ ഫീസ് അടച്ച് ഫലപ്രഖ്യാപനം നടത്തി 1 മാസത്തിനുള്ളിൽ അപേക്ഷിച്ചാൽ അവ നൽകുന്നതായിരിക്കും. താമസിച്ച് ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ഫലപ്രഖ്യാപനം. സെറ്റ് ജൂലൈ 2025 എഴുതിയ ഓരോ പരീക്ഷാർത്ഥിയുടെയും മാർക്ക് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ LBS സെൻറ്റർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. വിജയിച്ചവരായി പ്രഖ്യാപിക്കപ്പെടാൻ അർഹരായവർ അവരുടെ സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി യോഗ്യത തെളിയിക്കുന്ന പരീക്ഷാർത്ഥികൾ താഴെ പറയുന്ന രേഖകൾ LBS സെൻറ്റർ ഡയറക്ടർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. LBS സെൻറ്ററിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് സെറ്റ് ജൂലൈ 2025 സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള പൂരിപ്പിച്ച അപേക്ഷ, ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റ് ഗ്രേഡ് ഷീറ്റും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, B.Ed സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ഗ്രേഡ് ഷീറ്റ്, ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, പേര്, വയസ്സ് എന്നിവയുടെ തെളിവിനായി 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, കേരളത്തിൽ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നും ലഭിച്ച അംഗീകാരം, തുല്യതാ സർട്ടിഫിക്കറ്റ്, ഖണ്ഡിക 2.2 പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയവർ തങ്ങളുടെ വിഷയങ്ങളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ്, കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നും ലഭിച്ചത്, ജാതി വിഭാഗം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അസൽ രേഖ, അപേക്ഷ അയക്കുന്ന തീയതിയിൽ പ്രാബല്യത്തിൽ ഉള്ളത്, നോൺ ക്രീമീലിയർ സർട്ടിഫിക്കറ്റിൻ്റെ അസൽ. സെറ്റ് പരീക്ഷ എഴുതിയ അവസാന വർഷ ബിരുദാനന്തര ബിരുദ B.Ed വിദ്യാർത്ഥികൾ LBSൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത നിർദ്ദിഷ്ട സത്യവാങ്മൂലം പഠിച്ച സ്ഥാപനത്തിലെ മേധാവി സാക്ഷ്യപ്പെടുത്തിയത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. സ്വയംഭരണ കോളേജുകളിൽ നിന്നും യോഗ്യത നേടിയ അപേക്ഷകർ ബന്ധപ്പെട്ട സർവകലാശാല നൽകുന്ന B.Ed PGയുടെ പ്രൊവിഷണൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സമർപ്പിച്ചാൽ മാത്രമേ ഒറിജിനൽ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. സർട്ടിഫിക്കറ്റ് വിതരണം. വിജയിച്ചവരായി പ്രഖ്യാപിക്കപ്പെട്ടവർ അവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സെറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം പരിശോധനയ്ക്കായി സമർപ്പിക്കേണ്ടതാണ്. പരീക്ഷാഫല പ്രഖ്യാപനത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞ് അടുത്ത 1 വർഷത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കുന്നവർ പിഴയായി 500 രൂപയും പിന്നീട് വരുന്ന ഓരോ വർഷത്തിനും 250 രൂപ വീതവും അധികമായും
പിഴ അടച്ചാൽ മാത്രമേ അവർക്ക് സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ഇപ്രകാരം അടയ്ക്കുന്ന തുക ഡയറക്ടറുടെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് മുഖേനയാണ് നൽകേണ്ടത്. ഖണ്ഡിക 17 പ്രകാരം രേഖകൾ ഹാജരാക്കിയ വിദ്യാർത്ഥികൾ രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സാക്ഷ്യപ്പെടുത്തിയ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഉദ്യോഗാർത്ഥികളെ പ്രൊവിഷണൽ ആയാണ് പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത്. രേഖകളുടെ പരിശോധന സമയത്ത് പ്രസക്തമായ രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.